നമ്മുടെ യാത്ര കേരളത്തിൻ്റെ മധ്യഭാഗവും അതുപോലെ തന്നെ സ്വർഗതുല്യമെന്ന് വിശേഷിപ്പിക്കാവുന്നതുമായ ഒരു സ്ഥലത്തേക്കാണ്. പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ കഥക് എന്നറിയപ്പെടുന്ന പച്ചപ്പിനും പ്രകൃതി സൗന്ദര്യത്തിനും പേരുകേട്ട പാലക്കാട് ജില്ലയെക്കുറിച്ചാണ്. കുതിരാൻ തുരങ്കം പിന്നിട്ടതോടെ പ്രകൃതിയുടെ ശബ്ദം കൂടി കേൾക്കാനായി. ഇവിടെ എങ്ങും പച്ച നിറമാണ്. മഴയുടെ പിന്നാലെ തിളങ്ങുന്ന കാടുകൾ, പാറയിലൂടെ പെയ്യുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും സംസ്കാരങ്ങൾ ഒരുപോലെ ഒഴുകുന്ന പച്ചപ്പിൻ്റെയും കാറ്റിൻ്റെയും കലാപരിപാടിയാണ് പാലക്കാട്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് യാത്രാപ്രേമികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്രകൃതി ശോഭയുള്ള ഒരു ഗ്രാമത്തിലേക്കാണ്, കൊല്ലങ്കോടിലേക്ക്. അവിടെ വെള്ളരിമേട് എന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ ആദ്യം പോയത്. പോയ വഴിയിലെ കുറച്ചധികം കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം ഒന്ന് കണ്ടു നോക്കണേ. പാറമുകളിലെ വീടുകളും അതുപോലെ പനയോല കൊണ്ട് തീർത്ത വീടുകളും അരുവികളും മലനിരകളും കണ്ട് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഞങ്ങളെത്തി. അവിടെ ചെറിയൊരു ചായക്കടയുണ്ട് കേട്ടോ, കബീർ അണ്ണൻ്റെ ചായക്കട. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ അയ്യപ്പൻ പാറയമ്പലവും ഉണ്ട്. അതിനടുത്തായി 2-3 വീടുകളും കാടിനുള്ളിലെ വീടും അതിനു മുൻപിലായി ഒഴുകുന്ന അരുവിയും നല്ല ഭംഗിയാണ്. ഇവിടുത്തെ വാട്ടർഫോൾസിലേക്ക് പോകാനുള്ള അനുമതി നിലച്ചതിനാൽ നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ പകർത്താൻ പറ്റിയില്ല. എന്നിരുന്നാൽ പോലും ദൂരെ നിന്ന് കണ്ട ആ കാഴ്ചയും വളരെ ഭംഗിയുള്ളതായിരുന്നു. അപ്പോൾ ഇതുവരെയുള്ള കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുവാണ്. അതിമനോഹരമായ മറ്റൊരു സ്ഥലവും അതിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.